عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നിന്നും ഉദ്ഘാടകൻ്റെയും അധ്യക്ഷൻ്റെയും സംസാരത്തിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു സംഗമം എന്തുകൊണ്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ടൈറ്റിലിൽ കാസർഗോഡ് നിന്ന് നമ്മൾ തുടങ്ങി വച്ചതാണ് ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ നടപ്പാകുന്നു. ഇസ്ലാഹ് എന്നത് കേടുവന്നതിനെ നന്നാക്കലാണ്. സാങ്കേതികമായി പറഞ്ഞാൽ മതത്തിൻ്റെ മേഖലകളിൽ കാലാകാലങ്ങൾ ജനങ്ങൾ കടത്തിക്കൂട്ടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയാക്കിയെടുക്കുന്നതിനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. മഹാനായ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തെ തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്തിയപ്പോൾ ഏകനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നു പറഞ്ഞതോടൊപ്പം തന്നെ ഉപഭോക്താവിനെ വഞ്ചിച്ചിരുന്ന ആ സമൂഹത്തെ അതിനെതിരെയും ബോധവൽക്കരണം നടത്തിയപ്പോൾ ആ നാട്ടിലുള്ള പ്രമാണിമാരായ പണക്കാരായ ആളുകൾ അദ്ദേഹത്തോട് ഉന്നയിച്ച ചോദ്യമുണ്ട്. അസ്വലാത്തു കത്ത് ഉമുറുക്ക, ഷുഐബ്, നിന്റെ നമസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത്? ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തടയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ എന്ന ചോദ്യം. സൂറത്ത് ഹൂദിൽ 80 ശേഷമുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ ആ ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിലെ പ്രമാണിമാരുടെ മുമ്പിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ ഒരു ഭാഗമാണ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ് എന്നത്. ഞാൻ ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത്, പരിഷ്കരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എനിക്ക് തൗഫീഖ് നൽകുന്നവൻ, ഉദവി നൽകുന്നവൻ അള്ളാഹുവാണ്. ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം. അതിൽ നിന്നാണ് നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേര് തന്നെ സ്വീകരിച്ചത്. ഇസ്ലാഹ് നടത്തേണ്ടത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനം. അവിടെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഉലിൽ അംറിനെയും കൈകാര്യകർത്താക്കളെയും അനുസരിക്കണമെന്ന് ആ വചനത്തിൽ ആദ്യം സൂചിപ്പിച്ചതിനു ശേഷം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, ഫഇൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ വല്ല കാര്യത്തിലും തർക്കിക്കുകയാണെങ്കിൽ, മതത്തിൻ്റെ മേഖലകളിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, നിങ്ങൾ അതിനെ അള്ളാഹുവിലേക്ക് മടക്കണം, പ്രവാചകനിലേക്ക് മടക്കണം. അള്ളാഹുവിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനിലേക്ക് അതിനെ മടക്കണം. ആ പരിശുദ്ധ ഖുർആനിൽ എന്താണ് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്.
അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പ്രവാചകന്റെ ചര്യയിലേക്കും അടക്കണം, സുന്നത്തിലേക്കും അടക്കണം. ഇതാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത്. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മാത്രവുമല്ല, അതാണ് നിങ്ങൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്, നല്ല പര്യവസാനം ഉണ്ടാക്കി തരുന്നതും അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ ആ വിടവാങ്ങൽ പ്രസംഗം നടത്തി. ആ പ്രസംഗം പ്രവാചകന്റെ വിടവാങ്ങലായി സഹാബികൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് പ്രയാസം തോന്നി. ഇനി അധിക കാലം പ്രവാചകൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ലല്ലോ. അവിടെ പ്രവാചകൻ ആ ഉത്തമരായ സഹാബികളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമുണ്ട്. തറക്തു ഫിക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ടു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉപേക്ഷിച്ചു പോകും. ഏതാണ് ആ രണ്ടു കാര്യം? അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം, അതിനെ അവലംബമാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. ഏതാണ് ആ രണ്ടു കാര്യം? ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, മറ്റൊന്ന് ആ റബ്ബിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന്. അപ്പൊ ഈ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വരണം സമൂഹം. അവിടെയാണ് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധ ഖുർആനും തിരിച്ചര്യയും അംഗീകരിച്ച് ജീവിക്കണം. കാരണം അങ്ങേയറ്റത്തെ അന്ധവിശ്വാസികളായിരുന്ന, കാടൻ അറബികളായിരുന്ന ഒരു സമൂഹത്തെ എല്ലാ മേഖലയിലും പരിഷ്കരിച്ച് അവരെ ഒരു ഉത്തമ സമൂഹമാക്കി, ഖൈർ ഉമ്മത്താക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ്, പ്രവാചക ചര്യയിലൂടെയാണ്. ഈ കാലഘട്ടത്തിലും അതുതന്നെയാണ് ആവശ്യം. അവിടെ പരിഷ്കരണം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് വിശ്വാസരംഗത്തു തന്നെയാണ്. അഥവാ വിശ്വാസരംഗം ജീർണത ബാധിച്ച് കേടുവന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ അമലുകളെ കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിക്കുകയില്ല. ഷിർക്കും കുഫറുമൊക്കെ വിശ്വാസത്തിൽ കൂടിച്ചേർന്നാൽ പിന്നീട് അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന സൂറത്തു സുമറിലെ 65-ാമത്തെ വചനം നമുക്കൊക്കെ അറിയാമല്ലോ. വലഖദ് ഊഹിയ ഇലൈക് വഇലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ ദൂതന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്. എന്താ വഹി നൽകിയത്? ലഇൻ അശ്റക്ത, ജീവിതത്തിൽ ഷിർക്ക് വന്നാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകളൊക്കെ തകർന്നു പോകും. നിന്റെ നോമ്പ്, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഉംറ, ബലികർമ്മം, മറ്റുള്ള അമലുസ്വാലിഹാത്തുകൾ, ജീവിതത്തിൽ ചെയ്യുന്ന ആ അമലുകളൊന്നും അല്ലാഹ് കബൂലാക്കുകയില്ല, സ്വീകരിക്കുകയില്ല. നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഷിർക്കിനെ ഭയപ്പെടണം. ഷിർക്ക് ജീവിതത്തിൽ വരുന്നതിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. മാത്രവുമല്ല കുടുംബ ബന്ധത്തെക്കാൾ ശക്തമാണ് ആദർശ ബന്ധം എന്നത്. കുടുംബ ബന്ധത്തെക്കാൾ, രക്തബന്ധത്തെക്കാൾ ശക്തമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആദർശ ബന്ധം എന്നത്. നമുക്കറിയാലോ നൂഹ് അലൈഹിസ്സലാമയുടെ ചരിത്രം. 950 വർഷം പ്രബോധനം നടത്തിയ അദ്ദേഹം. ഖുർആൻ എങ്ങനെ അതിനെ പ്രയോഗിച്ചത്? അൽഫസന ഇല്ലാ 50 ആമ, 1000 വർഷത്തിന് 50 കുറവ് എന്ന ഖുർആന്റെ പ്രയോഗം. 950 കൊല്ലം ഏതാനും മണിക്കൂറുകളല്ല ദിവസത്തിൽ, മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇന്നി ദഅൗതു ഖൗമി ലൈലം വനഹാറ, രാവും പകലും വ്യത്യാസമില്ലാതെ എൻ്റെ ഈ ഖൗമിനെ, പടച്ചവനെ ഞാൻ നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. ആ പറഞ്ഞ പ്രവാചകൻ
നൂഹ് അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. പ്രളയം വന്നു. കപ്പലിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കയറ്റേണ്ടവരെയെല്ലാം കയറ്റി നൂഹ് അലൈഹിസ്സലാം അങ്ങനെ പോകുന്നു. വമ്പിച്ച പ്രളയത്തിൽ ആ കപ്പലിനടുത്തുകൂടെ പോകുന്ന മകൻ, ആ മകനെ വിളിച്ചിട്ട് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ബുനയ്യർകബ് മഅനാ, പൊന്നുമോനെ എൻ്റെ കൂടെ കയറ്, ഞങ്ങളുടെ കൂടെ കയറ് എന്ന് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ആ മകൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ ആ മലമുകളിൽ പോയി രക്ഷപ്പെട്ടു കൊള്ളാം ഉപ്പ, നിങ്ങളെ പാട്ടിന് പോയിക്കോ, നിങ്ങളുടെ വിശ്വാസമോ ആദർശമോ ഉൾക്കൊള്ളാൻ ഞാൻ ആളല്ല. അത് പറയേണ്ട താമസം ഫഹാല ബൈനഹുമൽ മൗജ്, ഖുർആൻ പറയുന്നു, അവർക്കിടയിൽ തിരമാല മറയിട്ടു കളഞ്ഞു. മകൻ തിരമാലക്കുള്ളിൽ അകപ്പെട്ട് താഴ്ന്നു പോകുന്നത് നേർക്കുനേരെ കാണുന്ന വാപ്പ. ആ ഉപ്പയുടെ പ്രയാസം ഒന്ന് എടുത്തു നോക്ക് നിങ്ങൾ. പ്രളയം തീർന്നു. ജൂതി പർവ്വത നിരകളിൽ നൂഹ് അലൈഹിസ്സലാമയുടെ കപ്പൽ നങ്കൂരമിട്ടു. അത് കഴിഞ്ഞിട്ട് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയിട്ടുള്ളൊരു പ്രാർത്ഥന സൂറത്ത് ഹൂദിലെ 43 മുതലുള്ള വചനങ്ങളിൽ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉന്നയിച്ച ചോദ്യം? എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ, എൻ്റെ കുടുംബക്കാരെ രക്ഷപ്പെടുത്താമെന്ന് നീ എനിക്ക് വാഗ്ദത്തം നൽകിയതല്ലേ, നീ ചെയ്ത വാഗ്ദത്തം സത്യമല്ലേ? 950 വർഷത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിൻ്റെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന് നീ പറഞ്ഞത് സത്യമല്ലേ? ഇന്ന ബിനി മിൻ അഹ്ലി, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ എന്നാ ചോദ്യം. എന്തായിരുന്നു മറുപടി? അള്ളാഹുവിൻ്റെ മറുപടി 950 കൊല്ലം പ്രബോധനം നടത്തിയ നൂഹ് അലൈഹിസ്സലാമയോട്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിന്റെ മകൻ നിന്റെ കുടുംബക്കാരനല്ല. എന്തേ കാരണം? ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, നല്ലതല്ലാത്തത് പ്രവർത്തിച്ചവനാണവൻ. അതുകൊണ്ട് അറിവില്ലാത്തത് നൂഹ് നീ എന്നോട് ചോദിക്കരുത്, നീ അവിവേകികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് എന്ന്. സ്വന്തം മകൻ നിന്റെ കുടുംബക്കാരനല്ല. ആരാ പറഞ്ഞത്? അള്ളാഹുവാണ്. ആരോടാ പറഞ്ഞത്? ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമയോട്. എന്തായിരുന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രശ്നത്തിൻ്റെ മർമ്മം ആദർശമാണ് പ്രശ്നത്തിൻ്റെ മർമ്മം. ആലോചിച്ചു നോക്ക്. ഈ ആദർശത്തിൽ തിരുമറി നടത്തി, വെള്ളം ചേർത്തി, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ആനയിക്കുന്നവർ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. നമ്മളുടെ പരലോകത്തെയാണ് ഒരു വേള നഷ്ടപ്പെടുത്തുന്നത് എന്ന കൃത്യമായ ബോധം നമ്മളെ സ്വാധീനിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം നമുക്കറിയാമല്ലോ. 17 തവണ നമ്മൾ നിർബന്ധമായും അള്ളാഹുവിൻ്റെ മുമ്പിൽ നെഞ്ചിൽ കൈകെട്ടി നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ് ആ പ്രഖ്യാപനം? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇത് ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ അടിത്തറയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് പ്രവാചകനെതിരെ ശത്രുക്കൾ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടത്. അവർ പ്രവാചകനോട് ചോദ്യം ഉന്നയിച്ചു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദേ, ആരാധ്യന്മാരെ നീ ഒന്നാക്കിയിരിക്കുകയാണോ? ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇത് ആശ്ചര്യകരമാണ്, അത്ഭുതമാണ്, അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. അവർ അഡ്ജസ്റ്റ്മെന്റിന് വന്നു, പ്രകോപനവും പ്രലോഭനവും ഉണ്ടാക്കി. അല്ലെ, എന്താ വേണ്ടത് നൽകാം.
അല്ലെങ്കിൽ കൊന്നുകളയും. ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെ നിനക്കൊന്ന് വണങ്ങിക്കൂടെ? നീ ആരാധിക്കുന്ന ആ ആരാധ്യനെ ഞങ്ങളും ആരാധിക്കാം. ഈ അഡ്ജസ്റ്റ്മെന്റിന് വന്നപ്പോൾ എന്തായിരുന്നു മറുപടി? അതിന് കൊടുത്ത മറുപടിയാണല്ലോ സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. അവസാനം ലക്കും ദീനുക്കും വലിയ ദീൻ. സത്യത്തെ നിഷേധിക്കുന്നവരെ, ഖുൽ പ്രവാചകരെ പറഞ്ഞേക്ക്, സത്യത്തെ നിഷേധിക്കുന്നവരെ. എന്താണ് സത്യം? ലോകത്തിലെ ഏറ്റവും വലിയ സത്യം എന്താ? ഈ പ്രപഞ്ചത്തെ അഖിലവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവ് ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. ഈ സത്യത്തെ നിരാകരിക്കുന്നവരെ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുകയില്ല. ഞാൻ ആരാധിക്കുന്ന ഏകനായ റബ്ബിനെ ആരാധിക്കേണ്ട വിധത്തിൽ നിങ്ങളും ആരാധിക്കൂല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. ആലോചിച്ചോക്ക്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നത്. സുഹൃത്തുക്കളെ, ചോദിക്കട്ടെ, എന്താ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ? എന്താ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ? നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തു ഗാഫിറിലെ 60-ാം വചനം, സൂറത്തു അഹ്കാഫിലെ 5-6 വചനങ്ങളിൽ, പ്രവാചകന്റെ തിരുവചനങ്ങളിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനത്തിൽ പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു. ആരാ റബ്ബ്? സ്രഷ്ടാവ് പറയുന്നു. നമുക്കൊക്കെ കണ്ണും കാതും കരളും അതുപോലെ തന്നെ ആമാശയവും മസ്തിഷ്കവും ഒക്കെ നൽകി നമ്മളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിയന്ത്രിക്കുന്ന, നമുക്ക് ജീവവായു നൽകുന്ന, നമുക്ക് ജീവജലം നൽകിയ ആ പടച്ചവൻ, ആ റബ്ബ്, ആ സ്രഷ്ടാവ് പറയുന്നു. എന്താ പറഞ്ഞത്? ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക, അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആയത്തിന്റെ ആദ്യ ഭാഗത്ത് ദുആ എന്ന് പരിചയപ്പെടുത്തിയതിനെ ആയത്തിന്റെ 2-ാം ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എനിക്ക് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്ത് റബ്ബല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന. അഥവാ ദുആ ആണ് ഇബാദത്ത് എന്ന ആയത്ത് പഠിപ്പിക്കുന്നു. സൂറത്തു അഹ്കാഫിലെ 5-6 വചനങ്ങളിലും അതുതന്നെയാണ്. 5-ാമത്തെ വചനത്തിൽ 2 പ്രാവശ്യം ദുആ എന്ന് പറഞ്ഞതിനെ 6-ാമത്തെ വചനത്തിൽ ഇബാദത്ത് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. 2 പ്രാവശ്യം ദുആ എന്ന് പറഞ്ഞു. അതിന് 6-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നത് വൈദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ എന്നതാണ്. അപ്പം നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പടച്ചവനെ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന. ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയാവട്ടെ, അവിടെയെല്ലാം നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, ആ പ്രാർത്ഥനക്ക് നിനക്കു മാത്രമേ ഉത്തരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അല്ലേ? നമ്മൾ വായിച്ചു വച്ച ആയത്ത് പ്രവാചകനെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ്? സൂറത്തു ബഖറയിലെ 156-ാമത്തെ വചനം, വഇദാ സഅലക ഇബാദി
അന്നീ, എൻ്റെ അടിമ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഫൈനി ഖരീബ്, ഞാൻ അവൻ്റെ സമീപസ്ഥനാണ്. അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവനെ നിരീക്ഷിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വച്ചതുപോലും അറിയുന്ന വിധത്തിൽ ആ റബ്ബ് അവനോട് അടുത്തവനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ നിർത്തിയില്ല. പിന്നെ അതിനപ്പുറം ബാക്കി എന്താ പറഞ്ഞത്? ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത്തദ്ദാഇ, ദുആ നടത്തുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. എപ്പോഴ്? ഇദാ ദഅാനി, എന്നോട് അവൻ പ്രാർത്ഥിച്ചാൽ. അപ്പൊ എന്നോട് പ്രാർത്ഥിച്ചാൽ ദുആ നടത്തുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് ഫല്യസ്തജീബൂലി, അവർ എൻ്റെ ആഹ്വാനം സ്വീകരിച്ചു കൊള്ളട്ടെ. വൽയുഅ്മിനൂ ബി, അവർ എന്നിൽ വിശ്വസിച്ചു കൊള്ളട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ നേർമാർഗം പ്രാപിച്ചേക്കാം. ആലോചിച്ചോക്ക്. അപ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം നൽകും. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. എന്നാൽ ആ അടിസ്ഥാന തത്വത്തെ അട്ടിമറിച്ച് ഇന്ന് വിഷ്ണം എന്ന് പറയുന്ന ടീം സമൂഹത്തെ പഠിപ്പിക്കുന്ന എന്താ അറിയോ നിങ്ങൾ? റബ്ബല്ലാത്തവരെ ആരാധിച്ച്, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ച്, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന ആളുകൾക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് ഫൈസൽ മുസ്ലിയാർ പരപ്പനങ്ങാടിയിൽ പ്രഖ്യാപിച്ചതാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച്, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ച്, റബ്ബല്ലാത്തവരോട് സഹായം തേടുന്നവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? ഉത്തരം നൽകും അത്ര. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹു എന്താ പഠിപ്പിച്ചത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുന്ന ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി എന്ന, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പക്ഷേ വിഷ്ണം സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ അള്ളാഹു ഉത്തരം നൽകും. ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട്, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ അള്ളാഹു ഉത്തരം നൽകും. ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഇവർ പൊളിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചിലപ്പോൾ അവരുടെ രൂപഭാവങ്ങളൊക്കെ സൂറത്തുൽ മുനാഫിഖൂനിൽ പറഞ്ഞതുപോലെ യുഅ്ജിബുക അജ്സാമുഹും, അല്ലേ? അവരുടെ രൂപഭാവങ്ങളൊക്കെ നിന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം. അവർ സംസാരിക്കുകയാണെങ്കിൽ തസ്മഇലി ഖൗലിഹിം, അവരുടെ വാക്ക് നീ ശ്രദ്ധിച്ച് കേട്ടുപോകും. പക്ഷേ അവർ ശത്രുക്കളാണ്, കരുതിയിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ രീതിയിൽ കരുതിയിരിക്കേണ്ട ഇസ്ലാമിക അടിസ്ഥാന തത്വങ്ങളെ പൊളിക്കുന്ന വാദങ്ങളാണ് ഇന്ന് ഇവർ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഷിർക്കിന് ഫലം ലഭിക്കുമെന്നുകൂടി അവർ കൂട്ടത്തിൽ തട്ടിവിടുന്നുണ്ട്. എന്താണ് ഷിർക്ക്? അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കുന്നതാണ് ഷിർക്ക്. ആ ഷിർക്കിന് ഫലം ലഭിക്കുമത്രേ. എന്നിട്ടോ അതിന് തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്നത് സൂറത്തു ഇസ്രായിലെ 20-ാമത്തെ ആയത്തും ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനം നടത്തി പടച്ചവൻ വളരെ ഭീകരമായ കുറ്റമായി കണ്ട ഇന്ന ശിർക ലളുൽമുൻ അളീം എന്ന് പ്രഖ്യാപിച്ച ആ ഷിർക്കിന് ഫലം ലഭിക്കുമെന്ന വാദവുമായി ഇവർ ഊരിച്ചുറ്റുകയാണ്. സൂറത്തു ഇസ്രായിലെ 20-ാമത്തെ ആയത്ത് നിങ്ങളൊക്കെ ഒന്ന് പോയി വീട്ടിൽ ഖുർആൻ വിവരണമുണ്ടാവും, അമാനി മൗലവിയുടേത്, അതൊന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. സൂറത്തു ഇസ്രായിലെ 18-19 വചനം, അത് കഴിഞ്ഞതിനു ശേഷം 20-ാമത്തെ വചനം. 18-19 വചനങ്ങളിൽ എന്താണ് പറയുന്നത്? ദുനിയാവ് മോഹിച്ച് ആ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കും അല്ലാഹു ഉദ്ദേശിച്ചത് ദുനിയാവിന് നൽകും. ഇനി തിരിച്ച് വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ,
ആഖിറം ഉദ്ദേശിച്ച് ആ ആഖിറത്തിന് വേണ്ടതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് മുന്നേറുന്ന വിശ്വാസിയായി മുന്നേറുന്ന ആ മനുഷ്യനും ദുനിയാവിൽ എന്ത് ചെയ്യും? അള്ളാഹ് ഉദ്ദേശിച്ചത് കൊടുക്കും. എന്നിട്ട് അള്ളാഹ് പറയാ കുല്ലൻ നുമിദ്ദു ഹൗലായി വഹൗലായി, രണ്ടു കൂട്ടരെയും അള്ളാഹ് സഹായിക്കും. കുല്ലൻ എല്ലാവരെയും, നുമിദ്ദു നാം സഹായിക്കും, അള്ളാഹു സഹായിക്കും, ഹൗലായി ഇക്കൂട്ടരെ സഹായിക്കും, അതുപോലെ തന്നെ വഹൗലായി അക്കൂട്ടരെയും സഹായിക്കും. ദുനിയാവ് മോഹിച്ച് ഇവിടെ ജീവിക്കുന്നവർക്ക് ദുനിയാവിൽ അള്ളാഹ് കൊടുക്കും. പരലോകം മോഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹ് തീരുമാനിച്ചതനുസരിച്ച് ദുനിയാവിൽ കൊടുക്കും. അള്ളാഹുവിൻ്റെ ആ സമ്മാനം ആർക്കും തടയപ്പെടുകയില്ല. ഈ ആയത്തെടുത്ത് ദുർവ്യാഖ്യാനം നടത്തി അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ ഒരാൾ പങ്കുചേർത്താൽ സംഭവിക്കുന്ന ഷിർക്കിന് ഫലം ലഭിക്കുമെന്ന് ഇവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്ക്. ഇസ്ലാമികമായി അങ്ങേറ്റം ആ ഇസ്ലാമിൻ്റെ അടിത്തറയെ ഇളക്കുന്ന അപകടം പിടിച്ച വാദങ്ങളാണ് ഇവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്ക്. നിങ്ങൾ ഷിർക്കിന് ഫലം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അയാൾക്ക് ഉത്തരം കിട്ടണം. അതാ ഷിർക്കിന് ഫലം എന്ന് പറഞ്ഞാൽ. ബദരീങ്ങളെ കാക്കണേ എന്നൊരാൾ വിളിച്ചാൽ, മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചു തേടിയാൽ ആ തേട്ടത്തിന് ഫലം ലഭിക്കണം. ആ തേട്ടത്തിന് മമ്പുറന്തങ്ങൾ ഉത്തരം നൽകണം. അപ്പോഴാണ് ഷിർക്കിന് ഫലം ലഭിച്ചു എന്ന് പറയാം. പക്ഷെ ഉത്തരം കിട്ടുക? ഖുർആൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഷിർക്കിനൊരിക്കലും ഫലം ലഭിക്കുകയില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. സൂറത്തു ഫാത്തിറിലെ 13-14 വചനം ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. 13-ാമത്തെ വചനത്തിൽ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ, ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. എന്താ ഖുർആന്റെ വെല്ലുവിളി? ഷിർക്കിന് ഫലം കിട്ടൂല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യൂല? ഉത്തരം കിട്ടൂല എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമാണ്. മാത്രമല്ല 195-ാമത്തെ ആയത്തെടുത്തൊക്കെ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടാണ് അവിടെ അള്ളാഹ് കാര്യം സമർപ്പിക്കുന്നത്. അലഹും അർജുലും യംശൂന ബിഹ അം ലഹും ഐദി യബ്തിശൂന ബിഹ അം ലഹും അഅ്യുനും യുബ്സിറൂന ബിഹ അം ലഹും ആദാനും യസ്മഊന ബിഹ ഖുൽ ദുഉ ശുറകാഅക്കും സുമ്മ കീദൂനി ഫലാ തുൻളിറൂൻ. എന്താ പറയുന്നത്? നിങ്ങൾ പടച്ചവന് പുറമെ വിളിച്ചു തേടുന്ന ആ ശക്തികളുണ്ടല്ലോ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികളാവട്ടെ, അവർക്ക് നടന്നു വന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റിയ കാലുണ്ടോ അവർക്ക്? എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങളെപ്പോലുള്ള അടിമകൾ എന്നാ പറഞ്ഞത്. നിങ്ങളെപ്പോലുള്ള അടിമകൾ. അപ്പൊ നിങ്ങളെപ്പോലുള്ള അടിമകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയുണ്ട്. അപ്പം നമ്മൾക്കൊരാളെ സഹായിക്കണമെങ്കിൽ കാല് വേണം, പിടിക്കണമെങ്കിൽ കൈ വേണം, കാണണമെങ്കിൽ കണ്ണു വേണം, കേൾക്കണമെങ്കിൽ കാതു വേണം. ദൂരപരിധിയൊന്നും വ്യത്യാസമില്ലാതെ കാണാൻ, കേൾക്കാൻ, ഓടിയെത്താൻ, പിടിക്കാനൊക്കെ. അതുകൊണ്ട് അള്ളാഹ് ചോദിച്ചത്, പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ ശക്തികൾക്ക് കാലുകളുണ്ടോ? നടന്നു വന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റിയ കാലുകൾ? പിടിച്ചു നിങ്ങളെ സഹായിക്കാൻ പറ്റിയ കൈകളുണ്ടോ? കണ്ണുകളുണ്ടോ? നിങ്ങളെ കണ്ടു സഹായിക്കാൻ പറ്റിയ കാതുകളുണ്ടോ? നിങ്ങളുടെ വിളിയാളം കേട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റിയ കാതുകൾ അവർക്കുണ്ടോ? എന്നിട്ട് ഖുർആൻ വെല്ലുവിളി ആവർത്തിച്ചു, ഖുലിദുഉ ശുറകാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചു തേടുക. എന്നിട്ട് സുമ്മ കീദൂനി, പ്രവാചകനായ എനിക്കെതിരെ നിങ്ങൾ കുതന്ത്രം പ്രയോഗിക്കുക. ഫലാ തുൻളിറൂൻ, നിങ്ങൾ കാത്തു നിൽക്കേണ്ടതില്ല, നിങ്ങൾ എനിക്ക് സാവകാശം നൽകേണ്ടതില്ല. ആലോചിച്ചോക്ക്. അപ്പൊ വിശുദ്ധ ഖുർആൻ തീർത്തും പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു അല്ലാത്ത ഏതൊരു ശക്തിയെ വിളിച്ചു തേടിയാലും ആ ഷിർക്കിന് ഫലം കിട്ടൂല, അതിനുത്തരം കിട്ടുകയില്ല എന്ന്. ഈ വാദത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അവർ 2007 മുതൽ പഠിപ്പിക്കുന്ന വാദം എന്താണ് സമൂഹത്തിൻ്റെ മുമ്പിൽ? വിജനപ്രദേശത്തെത്തിപ്പെട്ടാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നോ മലക്കോ എന്നെ സഹായിക്കുമെന്ന് നനച്ച് അള്ളാഹുവിൻ്റെ അടിമകളെ
എന്നെ സഹായിക്കണേ എന്ന് ഒരാൾ വിളിച്ചു തേടിയാൽ അത് ഷിർക്കല്ല, അഭൗതികമായ തേട്ടമല്ല എന്ന. 2007 മുതൽ അവർ ഈ വാദം ഉന്നയിച്ചു. അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് അവരുടെ ഇസ്ലാഹ് മാഗസിനിലൂടെ ഈ വാദം പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ 2007 മുതൽ 2012 വരെ ശക്തമായി അവരുടെ ഈ ശിർക്കൻ വാദത്തിനെതിരെ നമ്മൾ പടപൊരുതി. അന്ന് നമ്മൾക്കെതിരെ ഇന്നത്തെ ഫൈസൽ മുസ്ലിയാരെയും മാലിക്കിനെയും അങ്ങനെയുള്ള ആ വിഷ്ഡൻ ടീമിൽപ്പെട്ട ആളുകളെ ന്യായീകരിച്ച് സംസാരിച്ചിരുന്ന ആളുകളായിരുന്നു അനസ് മുസ്ലിയാരും അതുപോലെ തന്നെ ഹനീഫ കായക്കൊടിയൊക്കെ. അവർക്കൊക്കെ 2012 ആയപ്പോൾ നേരം പൊളുത്തു. 2007 മുതൽ ഈ ശിർക്കൻ വാദം അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മളതിനെ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാദത്തെ ഖണ്ഡിച്ചു, എതിർത്തു. വിജനപ്രദേശത്തെത്തിയാൽ ഒരു മനുഷ്യൻ അവൻ വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത്. അതല്ലാതെ ജിന്നുകളോ മലക്കുകളോ എൻ്റെ വിളി കേൾക്കുമെന്ന് വിചാരിച്ച് ജിന്നുകളോടോ മലക്കുകളോടോ അവൻ സഹായം തേടിയാൽ അത് ഷിർക്കാണ് എന്ന് കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചു. 2012 ആ ടീമിനെ അവർക്ക് സംഘടനയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. വിസ്ഡം എന്ന ആ സംഘടന രൂപപ്പെട്ടതു തന്നെ എന്തിനാ രൂപപ്പെട്ടത്? യാ ഇബാദല്ലാഹ് അഈനുനി എന്ന് പറയുന്ന വളരെ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നുകളോ മലക്കുകളോ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് നനച്ച് അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ചു തേടിയാൽ ഷിർക്കല്ല എന്ന ഇസ്ലാമിക വിരുദ്ധമായ വാദം സ്ഥാപിക്കാനാണ് വിസ്ഡം എന്ന് പറയുന്ന ടീം ഉണ്ടായത് തന്നെ. ഇന്ന് അവർ എവിടെ എത്തിയറിയോ നിങ്ങൾ? ഇന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 13 അവരുടെ പ്രമുഖനായ നേതാവ് PN അബ്ദുൽ ലത്തീഫ് മദനി അറബികൾക്ക് എഴുതി അയച്ചിട്ടുള്ള കത്തുണ്ട്. എന്താണ് അറബികൾക്ക് എഴുതി അയച്ചിട്ടുള്ള കത്തിൽ പറയുന്നത്? ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഹാലിറായ ജിന്നിനോട് ചോദിച്ചാൽ അതെന്താണ്? അത് ശിർക്കല്ല, അതെന്തേ ആവുള്ളൂ? അത് ഹറാമേ ആവുള്ളൂ. ഹാലിറായ ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കല്ല, അത് ഹറാമേ ആവുള്ളൂ. ഫൈസലിന്റെ സംസാരം ഞാൻ കേൾപ്പിച്ചു തരാം. ഹാജരായി വന്നാലാണ് പറഞ്ഞത്. അതാണ് PN അബ്ദുൽ കൊടുത്ത കത്തിലുള്ളത്. ഹയ്യും ഹാദിറും ഖാദിറുമായവനോട് കുദറത്തിൽപ്പെട്ട കാര്യം ചോദിച്ചാലോ അതും ഹറാമാണ്. അത് പ്രാർത്ഥനയല്ല, പക്ഷെ ഹറാമാണ്. ഹയ്യനോടാണ് ഹാദിറിനോടാണ് കഴിയുന്ന കാര്യമാണ് എങ്കിൽ പ്രാർത്ഥനയല്ല. ഹാദിറായി വന്നാലാണ് പറഞ്ഞത്. അതാണ് PN അബ്ദുൽ കൊടുത്ത കത്തിലുള്ളത്. ഹയ്യും ഹാദിറും ഖാദിറുമായവനോട് കുദറത്തിൽപ്പെട്ട കാര്യം ചോദിച്ചാലോ അതും ഹറാമാണ്. കേട്ടല്ലോ? ജിന്ന് ഹാലിറായി വന്നാൽ ആ ജിന്ന് ഖാദിറാണ് എന്ന് മനസ്സിലാക്കിയാൽ, ആ ജിന്ന് ഹയ്യാണ് എന്ന് മനസ്സിലാക്കിയാൽ, ഒരാൾ ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അത് ഹറാമേ ആവുള്ളൂ, ശിർക്കല്ല. ആലോചിച്ച് നോക്ക്, ജിന്ന് ഹാലിറാണ് എന്ന് പറയാൻ ഇവരെ കൂട്ടത്തിൽ ആർക്കാ വഹിയിട്ടിടുന്നത്? ജിന്നിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്തു വേണം? വഹി വേണം. പ്രവാചകന്റെ അടുക്കൽ അള്ളാഹു പറഞ്ഞയച്ചതനുസരിച്ച് ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു സംഘം വന്ന് ഖുർആൻ കേട്ടു. ഈ ഖുർആൻ കേട്ടു പോയ വിവരം എങ്ങനെ പ്രവാചകൻ അറിഞ്ഞത്? പ്രവാചകന് വഹി കിട്ടുന്നു. സൂറത്തു ജിന്നിലെ 1-ാമത്തെ ആയത്ത് എന്താ? കുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് ല ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. കുൽ, പ്രവാചകരെ പറയുക, ഊഹിയ ഇലയ്യ, എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട്. എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട്. എന്താ? അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകൾ പരിശുദ്ധ ഖുർആൻ കേട്ടു പോയിട്ടുണ്ടെന്ന് എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം, വഹിയിലൂടെ മാത്രമേ ജിന്നുകളെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലും വന്ന്
ഖുർആൻ കേട്ടു പോയിട്ടും നബിക്കത് വഹി ലഭിക്കേണ്ടി വന്നു അറിയാൻ. വഹിയില്ലാതെ ജിന്നിനെ കുറിച്ച് അറിയാൻ സാധ്യമല്ല. കാരണം ജിന്നുകളും മലക്കുകളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വൈബിയായിട്ടുള്ള സൃഷ്ടികളാണ്. പരിപൂർണമായി വൈബിയായിട്ടുള്ള സൃഷ്ടികളാണ് ജിന്നും മലക്കും. അപ്പൊ ആ ജിന്ന് ഹാളിറായി വന്നാൽ ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പൊ ഹാളിറായി എന്ന് പേര് എങ്ങനെ അറിയാം? ആ ജിന്ന് ഖാദിറാണെങ്കിൽ, ഹൈ ആണെങ്കിൽ അതിനോട് ചോദിച്ചാൽ അത് ഹറാമേ ആകുള്ളൂ. എന്നാലോ വായിബായ ജിന്നിനോട് ചോദിക്കുകയാണെങ്കിലോ അത് ശിർക്കാണ്. എന്നാ ഇവരെന്നെ പറയും ജിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വായിബാണ് എന്ന് എന്ത് ചെയ്യും ഇവർ പറയും. ആലോചിച്ചോക്ക്. അപ്പം ജിന്ന് ഹാളിറായി വന്നാൽ ഹറാമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെ തകർക്കുന്നു. ജിന്നിനോടുള്ള സഹായത്തേട്ടം ആരുടെ പാരമ്പര്യ? പറഞ്ഞാട്ടെ, ആരുടെ പാരമ്പര്യ? മക്കയിലെ മുശ്രിക്കുകളാണ് ജിന്നുകളോട് സഹായം തേടിയിരുന്നത്. സൂറത്തു ജിന്നിലെ 6-ാമത്തെ ആയത്ത് പഠിച്ചു നോക്ക് നിങ്ങൾ. വന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന ഫസാദൂഹും റഹഖാ. മനുഷ്യരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ജിന്നുകളിൽപ്പെട്ട ആളുകളോട് സഹായം തേടി. അത് അവർക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ വിഡ്ഢിത്തം അധികരിപ്പിച്ചു. ഖുർആൻ സൂറത്തു ജിന്നിലെ 6-ാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കും നിങ്ങൾ. ജിന്നുകളോട് വിജനപ്രദേശത്തു കൂടി പോകുമ്പോൾ ജിന്നുകളോട് സഹായം തേടുക എന്നത് അത് മക്കയിലെ മുശ്രിക്കുകളുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം അത് ഇസ്ലാമിന് എതിരല്ല എന്നാണ് വിസ്ഡം ടീം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാ. ഇങ്ങനെ കടുത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നു. മാത്രവുമല്ല, മനുഷ്യന്റെ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന പല വാദങ്ങളും. പണ്ട് ഈ നാട്ടുകാരനായ ശംസുദ്ദീൻ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഫൈസൽ മുസ്ലിയാരും ടീമും ഇന്ന് വളരെ പരസ്യമായി പറയാണ്. ജിന്നുകള് ഓരോരുത്തരുടെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജയിലിൽ കഴിയുമ്പോൾ ആ ഇബ്നു തൈമിയയുടെ രൂപത്തിൽ ജിന്നു പ്രത്യക്ഷപ്പെട്ടു എന്ന് അങ്ങാടിയിൽ. അവസാനം ഇബ്നു തൈമിയയോട് ആരോ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇബ്നു തൈമിയ പറഞ്ഞു അത്ര ഇന്റെ കോലത്തിൽ ജിന്നു വന്നതായിരിക്കും അല്ലേ. പണ്ട് പേരോട് സക്കാഫിയുടെ പേരിൽ ഒരു സ്ത്രീ എന്തോ ഒരു ആരോപണം ഉന്നയിച്ചു. എന്താ? പേരോട് സക്കാഫി ഇടയ്ക്കിടയ്ക്കിൻ്റെ അടുത്ത് വരലുണ്ട് എന്ന്. അപ്പൊ ചെക്കിയാട്ടുള്ള പണ്ട് അങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് പേരോട് സക്കാഫി എന്തായിരുന്നു മറുപടി അറിഞ്ഞിരുന്നത്? ഇന്റെ കോലത്തിൽ ജിന്നു വന്നതാണ് അല്ലേ. ഏത് കുറ്റവാളിക്കും രക്ഷപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് ഇവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചെന്താമരൈ അല്ലേ, ആരാ ചെന്താമരൈ? ചെന്താമരൈ 3 ആളെ കൊന്നു. ഇപ്പം ആദ്യം ആരെ കൊന്നു? ഒരു ലേഡിയെ കൊന്നു. ഇപ്പൊ 2 ആളെയും കൂടി കൊന്നു. ഇനി മൂപ്പര് പറഞ്ഞ എനിക്ക് 3 ആളെയും കൂടി കൊല്ലാണ്ട് എന്നാ പറഞ്ഞേ. എന്താ കാരണം? ചെന്താമരൈ അവന്റെ ഭാര്യയുമായി പിണക്കത്തിലായി. അപ്പൊ തൊട്ടടുത്തുള്ള ജ്യോത്സ്യൻ, മാരണക്കാരൻ, പണിക്കർ, ഈ വിസ്ഡം ടീമും അതുപോലെ തന്നെ മറ്റുള്ള CD ടവറിലെ ചില മുജാഹിദുകളൊക്കെ പറഞ്ഞടക്കുന്നത് പോലെ മാരണക്കാരന്റെ അടുക്കൽ ചെന്നു. അപ്പൊ മാരണക്കാരൻ പറഞ്ഞു, അന്യ എന്റെ പെണ്ണിനെ തെറ്റിക്കാൻ വേണ്ടി സിഹ്ർ ചെയ്തിട്ട് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജയിലിൽ കഴിയുമ്പോൾ അവള് സിഹ്ർ ചെയ്തിട്ടാണ്, മാരണം ചെയ്തിട്ടാണ് നീയും നിന്റെ ഭാര്യയും തമ്മിൽ തെറ്റിയത്. ചെന്താമരയൊന്നും ആലോചിച്ചില്ല, ആ പെണ്ണിനെ വകവരുത്തി. ആലോചിച്ചോക്ക്. അന്ധവിശ്വാസം, സാഹിറിന്റെ സാഹിറിൽ നിന്നുണ്ടാകുന്ന ഷർറ് മനസ്സിലായപ്പോ നിങ്ങൾക്ക് മാരണം ഫലിക്കുന്നുള്ളതല്ല. മിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ സാഹിറിന്റെ ഷർറിൽ നിന്ന്
പടച്ചോനെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് രക്ഷ തേടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ള കൽപ്പിക്കുന്നു, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷറിൽ നിന്ന്. അല്ലെ, അത് സാഹിറാണെന്ന് വാദിച്ചാൽ തന്നെ നോക്ക് നിങ്ങൾ, സാഹിറിന്റെ ഷെറെന്താ? കൊലപാതകം 3 ഉണ്ടായി. ആരാ കാരണക്കാരൻ? സാഹിർ. ഇനി 3 കൂടി കൊല്ലാണ്ട് എന്നാ പറഞ്ഞു. എവിടേക്കാ അവർ സമൂഹത്തെ കൊണ്ടും ഈ അന്ധവിശ്വാസം അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അല്ലേ? അതിനുശേഷം 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മാവൻ എടുത്ത് കിണറ്റിലിട്ടിട്ടുണ്ട്, കൊന്നു കളഞ്ഞു. എന്താ അതിന്റെ പിന്നില്? ജ്യോത്സ്യനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിലും അന്ധവിശ്വാസമുണ്ട്. കാസർഗോഡൻ ഗഫൂറാജില്ലേ, എന്തേ ഗഫൂറാജിക്ക് പറ്റിയത്? ജിന്നുമ്മ. ആ ജിന്നുമ്മമാർ ഇന്ന് വിസ്റ്റൺ ടീമിലുണ്ട്. ആ ജിന്നുമ്മമാർ ഇന്ന് വിസ്റ്റൺ ടീമിലുണ്ട്. എങ്ങനെ? റാക്കിച്ചികളായിട്ട്, റാക്കികളും റാക്കിച്ചികളുമായിട്ട്. നമ്മൾ പഠിക്കണം. വളരെ ഗുരുതരമായിട്ടുള്ള അന്ധവിശ്വാസത്തിലേക്ക്, ഷിർക്കിലേക്ക്, കുഫറിലേക്കാണ് ഇവർ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കശിഫ് നടത്താൻ പരസ്യമായി എന്താ കശിഫ്? ഓരോരുത്തരുടെയും ഒരു രോഗിയുടെ ശരീരത്തിൽ ജിന്നിനെ ഹാജരാക്കിയിട്ട് ആ ജിന്നിനോട് സംസാരിച്ചിട്ട് കശിഫ് നടത്തുക. ഇത് ത്വരീഖത്തുകാരും പഴയകാലത്തെ ഖുറാഫികളും ഒക്കെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന വിശുദ്ധ ഖുർആനിനും തിരുചര്യക്കും എതിരായ ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമായിട്ടുള്ള അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസം അത് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് ആര്? ഫൈസൽ മുസ്ലിയാരും ടീമും അവരുടെ ക്യാമ്പസിൽ വെച്ചിട്ട്. ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഏതൊക്കെ തലത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇനി ജിന്ന് പല രൂപത്തിലും കയറി വരുമെന്ന് മാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി രോഗമുണ്ടാക്കും അത്ര ജിന്ന്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അവർ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, കേരള ജമിയത്തുൽ ഉലമ. 2 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ MM മദനിയുടെ നേതൃത്വത്തിലുള്ള ജമിയത്തുൽ ഉലമ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ജമിയത്തുൽ ഉലമ ജിന്ന്, സിഹിർ, റുഖിയ ശറഇയ്യ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഈ ജിന്നി വിവാദം ഉണ്ടായപ്പം അവരുടെ KJ ഇറക്കിയതാ. അതിൻ്റെ 45-ാമത്തെ പേജിൽ, ആ പുസ്തകത്തിന്റെ 1-ാം പതിപ്പിലെ 45-ാമത്തെ പേജിൽ ജിന്ന് രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി രോഗമുണ്ടാക്കുമെന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെ അഖീദത്തു തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഇബാറത്തുകൾ എടുത്തുദ്ധരിച്ചിട്ടാണ് ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കുക, വിസ്ഡൺ ടീമും പോലും തമ്മിൽ എന്താ, ഇപ്പൊ CD ടീമും തമ്മിൽ എന്താ വ്യത്യാസം അല്ലേ? ജിന്ന് രോഗം ഉണ്ടാക്കുന്നു രണ്ടൂട്ടരും പറഞ്ഞെടുക്കുക. എന്നാലോ മറ്റോലെ അടിച്ചിറക്കുക, അല്ലെങ്കിൽ റാക്കികളെയോ റാക്കിച്ചികളെയോ വരിച്ചു വലിച്ചിട്ട് എന്ത് ചെയ്യാം, ആ രീതിയിൽ കശ്ഫ് നടത്തിയിട്ട് ഇറക്കിക്കളയാം എന്ന് പഠിപ്പിക്കുന്നു. മറ്റേ ടീം എന്താ പറയുന്നത്? നമ്മളെ ബഹുമാന്യരായ അപ്പുറത്തുള്ള CD ടവറിലുള്ള പ്രവർത്തകരിൽ ചിലരെന്താ പറഞ്ഞത്? കേറും, പക്ഷെ ഇറക്കല് അത് നമുക്ക് പറ്റൂല. കേറുന്നില്ല, യാതൊരു സംശയമില്ല. എന്താ തെളിവ് കേറുന്നില്ലീന്? സൂറത്തു ബക്കറയിലെ 275-ാമത്തെ ആയത്താണ് അത്ര തെളിവ്. എന്താണ് 275-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? പലിശയുമായി ബന്ധപ്പെട്ട നിയമമാണ് അവിടെ പഠിപ്പിക്കുന്നത് അല്ലെ? പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളുകൾ, അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യതഹബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ ഭുജിക്കുന്നവർ, അവർ നാളെ പരലോകത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ പിശാചുബാധ ഏറ്റവനെ പോലെയല്ലാതെ
അവർക്ക് എഴുന്നേറ്റു നിൽക്കാൻ സാധ്യമല്ല എന്നാണ്. അപ്പൊ കണ്ടില്ലേ, തഹബ്ബുത്ത് ഷെയ്ത്താൻ എന്ന് പറഞ്ഞില്ലേ, അവിടെ മസ് എന്ന പദം ഉപയോഗിച്ചില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ജിന്നു കൂടുന്നാണ്, ശരീരത്തിൽ കയറി കൂടുന്ന. സഹോദരന്മാരെ, അറബി ഭാഷയിൽ അല്പം അറിവുള്ള ഏതൊരാൾക്കും ഏതെങ്കിലും അറബി ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചോളി. തഹബ്ബത്ത ഷെയ്ത്വാൻ അല്ലെങ്കിൽ മസ്സ ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാഷാപരമായി എന്താണ്? അസ്വാബഹുൽ ജുനൂൻ അല്ലെങ്കിൽ അസ്വാബഹു സ്വറ എന്നാണ്. എന്താണ്? അവന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവസ്മാര രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ്. അറബികൾ ഉപയോഗിച്ച പ്രയോഗമാണത്. അത് പരിശുദ്ധ ഖുർആൻ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആലങ്കാരികമായി അത് എടുത്തു കൊടുത്തു, അത്രേ ഉള്ളൂ. അമാനി മൗലവിയുടെ പരിഭാഷ എടുത്തു നോക്ക്, അദ്ദേഹം അത് വിശദമായി ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവസ്മാര രോഗിയോ ഭ്രാന്തനോ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ചവന് പരലോകത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആ രീതിയിൽ അയാൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ആയത്തിന്റെ വിവക്ഷ. പലിശയുടെ ഗൗരവം, പലിശ ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് ആയത്തിറക്കിയത്. പക്ഷേ പലിശയുടെ ഗൗരവമൊക്കെ ഇപ്പോൾ തൽക്കാലം മാറ്റിവെച്ചു, അതിനെക്കുറിച്ച് ആരും പറയാറില്ല. ഈ ആയത്ത് എന്തിനെടുക്കാറുള്ളത്? ഷെയ്ത്താൻ മനുഷ്യ ശരീരത്തിൽ കയറി കൂടുമെന്ന് പറയാനാണ്. അങ്ങനെ കയറി കൂടൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പരിശുദ്ധ ഖുർആൻ സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ വചനത്തിൽ നാളെ പരലോകത്ത് വെച്ച് സാക്ഷാൽ ഇബ്ലീസ് ഷെയ്ത്താൻ നടത്തുന്ന ഒരു പ്രഖ്യാപനം വളരെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താ? ഷെയ്ത്താൻ പറയുന്ന കാര്യം തീരുമാനിക്കപ്പെടുമ്പോൾ ഷെയ്ത്താൻ പറയും, എന്താ പറയുക? ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം നൽകി, ആ വാഗ്ദത്തം ഞാനിതാ ലംഘിച്ചിരിക്കുന്നു. മാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅൗതുക്കും. മാ കാന ലി, എനിക്കുണ്ടായിരുന്നില്ല, അലൈക്കും, നിങ്ങളുടെ മേൽ, മിൻ സുൽത്താൻ, ഒരധികാരം ഉണ്ടായിരുന്നില്ല എനിക്ക് നിങ്ങളുടെ മേൽ, ഇല്ലാ അൻ ദഅൗതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, ഞാൻ നിങ്ങളെ ദുർബോധനം നടത്തി, അതല്ലാതെ നിങ്ങളുടെ മേൽ രോഗമുണ്ടാക്കാനോ തട്ടിക്കൊണ്ടുപോകാനോ കയറിക്കൂടാനോ ഒരധികാരവും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ക്ഷണിച്ചപ്പോൾ ഫസ്തജബ്തുല്ലി, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. വലൂമു അൻഫുസക്കും, നിങ്ങൾക്ക് നിങ്ങളെ ആക്ഷേപിക്കാൻ. വമാ അന ബിമുസ്രിഖിക്കും, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. വമാ അൻതും ബിമുസ്രിഖിയ, നിങ്ങൾ എന്നെയും രക്ഷപ്പെടുത്തുകയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, അല്ലാഹുവിൽ എന്നെ പങ്കു ചേർത്തതിനെ ഞാനിതാ നിഷേധിക്കുന്നു. ഹാലിറായ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നോട് തേടിയിട്ടുണ്ട്, പക്ഷേ ആ ശിർക്കിനെ ഞാനിതാ നിഷേധിക്കുന്നു. ളാലിമീങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ട്. സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ വചനത്തിൽ അല്ലാഹ് പഠിപ്പിക്കുക, എന്താ പഠിപ്പിക്കുന്നത്? മാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ കാര്യത്തിൽ നിർബന്ധപൂർവം നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരധികാരവും എനിക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്ര വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ടും സുഹൃത്തുക്കൾ പറഞ്ഞെടുക്കുക ജിന്ന് രോഗം ഉണ്ടാക്കും, ജിന്ന് രോഗം ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്. KJU ഇറക്കിയിട്ടുള്ള പുസ്തകം, രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, സയ്യിദ് സഫർ സ്വാദിഖ് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജിന്ന് രോഗമുണ്ടാക്കുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, ആ രീതിയിൽ ഭയപ്പെട്ടാൽ അത് ഷിർക്കാണ്, വലിയ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആലോചിച്ച് നോക്ക്, കേറിക്കൂടും അവൻ ശരീരത്തിൽ. സൂറത്തുൻ നാസ് നമുക്കൊക്കെ അറിയില്ലേ? കുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, അല്ലെ? ജനങ്ങളുടെ ആരാധ്യനോട്, ജനങ്ങളുടെ റബ്ബിനോട്, ജനങ്ങളുടെ രാജാവിനോട് ഞാൻ രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്?
മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവന്റെ ഷർറിൽ നിന്ന്. ഖന്നാസ്, എന്താ ഖന്നാസ് എന്ന് പറഞ്ഞാൽ? മണ്ണെണ്ണ അങ്ങനെ കന്നാസ് അല്ലത്. ഖനസ എന്താ? പിന്മാറിക്കളഞ്ഞു എന്ന്. ദുർബോധനം നടത്തി ഓൻ പിന്നെ ഉള്ളിൽ കയറാൻ നോക്കൊന്നുമില്ല, ഓൻ പിന്മാറിക്കളയും. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലുണ്ട് ഇങ്ങനത്തെ ശൈത്താന്മാര്, ജിന്നുവർഗത്തിലുണ്ട് എന്ന്. കണ്ടോ? അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ പണ്ഡിതന്മാരൊക്കെ ദുർബോധനം നടത്തുകയാണല്ലോ മനുഷ്യ സമൂഹത്തിൽ. ഓരാരുടെങ്കിലും ശരീരത്തിൽ കയറാറുണ്ടോ? അപ്പം ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ ഖന്നാസ് എന്നാ ഖുർആൻ പറഞ്ഞത്. ഓ ഉള്ളിലൊന്നും കയറൂല. പിന്നെ ഒരു ഹദീസാണ് പറയാറുള്ളത് ഉള്ളിൽ കയറുമെന്നുള്ളതിന്. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ശൈത്വാൻ യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം. അല്ലേ? അതിന്റെ വാക്കർത്ഥം നേർക്ക് നേരെ എടുത്താൽ ഇന്ന ശൈത്വാന, തീർച്ചയായിട്ടും ശൈത്താൻ, യജ്രി, അവൻ സഞ്ചരിക്കും, മിൻ ഇബ്നി ആദം, ആദം സന്തതിയിൽ, മനുഷ്യനിൽ, മജ്റദ്ദം, രക്തം സഞ്ചരിക്കുന്നിടത്ത്. ഓ അപ്പം കണ്ടില്ലേ ഹദീസിൽ എന്താ ഉള്ളത്? രക്തം സഞ്ചരിക്കുന്നിടത്ത് ഷെയ്ത്താൻ മനുഷ്യനിൽ സഞ്ചരിക്കും. അപ്പം രക്തം സഞ്ചരിക്കുന്ന ഞരമ്പിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും? ഷെയ്ത്താൻ കയറിക്കൂടും. ആലോചിച്ച് നോക്ക്. എപ്പോഴാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനം പറയുന്നത്? പ്രവാചകൻ സുബൈ നമസ്കരിച്ചു കഴിഞ്ഞു, ആളെ തിരിച്ചറിയാൻ പറ്റാത്ത ഇരുട്ടുണ്ട്. ആ സമയത്ത് തൻ്റെ പത്നി സഫിയ റളിയല്ലാഹു അൻഹയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ രണ്ട് സഹാബികൾ അപ്പുറത്തു കൂടെ പോയി. ആ സഹാബികളെ പ്രവാചകൻ വിളിച്ചു വരുത്തി വരികയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഭാര്യ സഫിയാണ് കേട്ടോ, പൊയ്ക്കോളിയാണ്. അപ്പോൾ സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതിനെന്താ റസൂലേ? അപ്പോഴാണ് റസൂലുള്ള ഈ ഹദീസ് അവരെ പഠിപ്പിക്കുന്നത്. ഇന്ന ശൈത്താൻ യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രക്തസഞ്ചാരം എന്നത് മനുഷ്യന് ജീവനുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പം മനുഷ്യന് ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അവനെ വഴിപിഴപ്പിക്കാൻ ദുർബോധനവുമായി ശൈത്താൻ പിന്നാലുണ്ടായിരിക്കുന്നു. നിങ്ങൾ പെടുന്നാണ്ട് അറിഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ ഞാൻ തിരുത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ശൈത്താൻ എത്തും. ജി ഉണ്ടോ? ആ പെണ്ണേറ്റ് വർത്താനം പറഞ്ഞതല്ലേ? ഏതാണ് ഇപ്പോൾ ആ പെണ്ണ്? അവിടെ ശൈത്താൻ പ്രശ്നം ഉണ്ടാക്കും, ദുർബോധനം ഉണ്ടാക്കും. ആ ദുർബോധനം ഇല്ലാതിരിക്കാൻ ആ തെറ്റിദ്ധാരണ തിരുത്തിയതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്തു വേണം? തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യരുത്? മുഴുകരുത്. ബസ് കത്തിക്കാണ്, പക്ഷേ കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ എന്നെ നിത്യം നിൽക്കാൻ പാടില്ല. അത് ചിലപ്പോൾ എന്തുണ്ടാക്കും? തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഒന്ന് അപ്പുറത്തേക്കോ മാറി നിന്നാൽ മതിയെന്ന്. അതാണ് ആ ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഈ ശൈത്താൻ, ജിന്ന് എന്ന് പദം ജിന്നുവർഗത്തിൽപ്പെട്ട സാക്ഷാൽ ജിന്നുവർഗത്തിനല്ലാതെയും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. മുനാഫിക്കുകളുടെ നേതാക്കൾക്ക് ഖുർആൻ ശൈത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? സൂറത്തു ബക്കറയിലെ 14-ാമത്തെ ആയത്ത്. വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്നാ വൈദാ ഖലൗ ഇലാ ശയാത്വീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. സത്യവിശ്വാസികളെ കണ്ടുമുട്ടിയ മുനാഫിക്കുകൾ പറയും ഞങ്ങൾ നിങ്ങളൊപ്പാണ്. എന്നാൽ അവരുടെ ശൈത്താന്മാരുടെ അടുക്കലെത്തിയാൽ, ഏതായി ശൈത്താന്മാര്? മുനാഫിക്കീങ്ങൾ ശൈത്താൻ ഫാം നടത്തിനി എന്നതിൻ്റെ അർത്ഥം. അവരുടെ നേതാക്കന്മാർ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ പോലെയുള്ള അവരുടെ നേതാക്കന്മാരുടെ അടുക്കലെത്തിയാൽ ഓല മട്ടും പാവൊക്കെ മാറും. ഞങ്ങൾ നിങ്ങളൊപ്പാണ്, ഞങ്ങൾ മുഹമ്മദിനെയും അനുയായികളെയും പരിഹസിക്കായിരുന്നു എന്ന്. അപ്പോൾ അവിടെ ശൈത്താൻ ഉപയോഗിച്ചാർക്ക? ജിന്ന് എന്ന പദം പാമ്പിന് ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. സൂറത്തു നംലിൽ കാണാം, അതുപോലെ തന്നെ സൂറത്തു ഖസസിലും കാണാം. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വടിയിട്ടപ്പോൾ ജിന്നിനെ പോലെ അത് ഇഴയാൻ തുടങ്ങി. തഹ്തസു, ആ വടി ഇങ്ങനെ പാമ്പായിട്ട് ഇഴയാൻ തുടങ്ങി. കന്നഹ ജാനുന്ന, ജിന്നി എന്ന പദാണ് അവിടെ പാമ്പിന് ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്തു നംലിലുണ്ട്, സൂറത്തു ഖസസിലുണ്ട്. 10-ാം വചനവും അതുപോലെ തന്നെ 30-ാം വചനവും പരിശോധിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖുർആനിലും ഹദീസിലും കാണാം. പക്ഷെ ഈ പദം കണ്ടയിടത്ത് മുഴുവൻ
അത് ശൈത്താനാണെന്ന് വിചാരിച്ച് അന്ധവിശ്വാസം പ്രചരിപ്പിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, അല്ലേ? എന്താ? ശൈത്താൻ ഉണ്ടാവും. യബീതു ഫീ ഖൈശൂമിഹി, അവന്റെ തരിമൂക്കിൽ അവന്റെ ആ പാർക്കും. വെള്ളടിച്ചാ പോണ ശൈത്താൻ ഏതാ? സാക്ഷാൽ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ എന്താ ചെയ്യേണ്ടത്? സൂറത്തു അഅ്റാഫിലെ 200-ാമത്തെ വചനം, സൂറത്തു ഫുസ്സിലത്തിലെ 32-ാമത്തെ വചനം, ഇമ്മാ യൻസഅന്നക ശൈത്വാനു നസൂൻ ഫസ്തഇദു ബില്ലാഹ്. അല്ലേ? ശൈത്താൻ നിനക്ക് വല്ല നസും വല്ലതും നിനക്ക് ദുർബോധനം നടത്തുകയാണെങ്കിൽ നീ അള്ളാഹിനോട് രക്ഷ തേടിയേക്കുന്ന. അല്ലേ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അപ്പൊ മൂക്കിലുള്ള ശൈത്താൻ ഏതാ? അപ്പൊ വല്ല ക്ഷുദ്രജീവികളോ മാലിന്യൊക്കെ നീ ഉറങ്ങിയായിരുന്നു, അറിയാതെ നിന്റെ മൂക്കിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് അല്പം മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ചീറ്റിക്കളഞ്ഞാലാ അത് പോയിക്കോട്ടെ, അതും ഷെയ്ത്താനായിരിക്കും. ഇങ്ങനെ എവിടൊക്കെ ജിന്ന് ഷെയ്ത്താൻ എന്ന പദം കണ്ടോ അതൊക്കെ സാക്ഷാൽ ജിന്നുവർഗത്തിലെ ജിന്നും ഷെയ്ത്താനുമാണ് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് സമൂഹത്തെ അവരുടെ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന അന്ധവിശ്വാസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നു. മരിച്ചോല രൂപത്തിൽ ജിന്ന് വരും അത്രേ, ജീവിച്ചിരിക്കുന്നവരുടെ രൂപത്തിൽ ജിന്ന് വരും. ആലോചിച്ചോക്ക്, സമൂഹത്തിൽ ഇത് പറഞ്ഞെടുക്കണോലെ തന്നെ ഇവരെന്നെയാണോ എന്ന് നമ്മളെന്താ ഉറപ്പുവരുത്തുക? ഓല കോലത്തിൽ ജിന്നു എന്ന് പറയാണോന്ന് എന്നുള്ള ഇനി നമുക്കെന്താ? ഇവരുടെ വാദപ്രകാരം ആലോചിച്ചോക്ക് നിങ്ങൾ. ഇങ്ങനെ ഈ അന്ധവിശ്വാസം തലക്ക് പിടിച്ചാൽ പിന്നെന്താ രക്ഷ കിട്ടുമോ? ആർക്കാ നിർഭയത്തുള്ളത്? സൂറത്തു അന്നാമിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താത്ത വിശ്വാസമായിരിക്കണം. വലൻ യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചിട്ടുള്ളവർ. ആലോചിച്ചു. അപ്പൊ ഈ നിർഭയത്വം നശിപ്പിക്കുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അതിൽപ്പെട്ടതാണ് മാരണം. അല്ലെ? മാരണം ഫലിക്കും. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഹദീസ്, ഇന്നറുക വത്തമായിമ വത്തിവലത ശിർക്കുൻ, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്, ആർക്കും ഒരു തർക്കമില്ലാത്ത ഹദീസാണ്. 3 കാര്യം ഷിർക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. എന്താണ്? ഇന്നറുക, തീർച്ചയായിട്ടും മന്ത്രിച്ചൂതി കെട്ടുക, മന്ത്രച്ചരട്, വത്തമായിമ് ഏലസ് കെട്ടുക, വത്തിവലത്ത് മാരണം, ഷിർക്കുൻ ബഹുദൈവാരാധനയാണ്, ഷിർക്കാണ്. നിങ്ങളെ ചോദിച്ചോക്ക്, ഇനി CD ടവറിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചോക്ക്, വിഷ്ണൻ ടീമിലെ സഹോദരന്മാരോട് ചോദിച്ചോക്ക്, ഉറുക്കട്ടിയ രോഗം മാറും ചോദിച്ചോക്ക്, ഫലം കിട്ടുമോ ചോദിച്ചോക്ക്. കിട്ടുമെന്ന് ചോദിച്ചാൽ ഓരെന്തു പറയും? കിട്ടൂല, അത് ഷിർക്കല്ലേ. ഉറുക്കൊന്നും കെട്ടിയാൽ രോഗം മാറൂല, അത് ഷിർക്കാണ്, ഫലമില്ല എന്ന് പറയും. ഏലസ് കെട്ടിയാൽ രോഗം മാറുമോ അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യം നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോക്ക്. അവർ പറയും പറ്റൂല എന്ന് പറയും, കാരണം അതിന് ഫലമില്ല, അത് ഷിർക്കാണ് എന്ന് പറയും. അപ്പൊ 2 ഷിർക്കാണ്, അതിന് ഫലമില്ല. 3-മത്തതും ഷിർക്കാണ് എന്നാ നബി പറഞ്ഞത്, തിവലത്ത്. ആ ടീമിനോട് ചോദിച്ചോക്ക്, മാരണം ഫലിക്കുമെന്ന് ചോദിച്ചോക്ക്, എന്തായിരിക്കും അല്ല മറുപടി? മാരണം ഫലിക്കാതെ. അപ്പൊ ആർക്കാ ഫലിച്ചത്? ഈ മുത്ത് റസൂലുള്ളക്ക് പോലും ഫലിച്ചില്ലേ, പ്രവാചകന് പോലും മാരണം ഫലിച്ചില്ലേ എന്നാണ് അവർ ചോദിക്കുക. മാരണം ഫലിച്ചിട്ടുണ്ടോ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ഫലിച്ചിട്ടുണ്ടോ? ആലോചിച്ചോക്ക് നിങ്ങൾ. എന്താ വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? പ്രവാചകനു മാരണം ബാധിച്ചു എന്ന വാദമുന്നയിച്ചത് ശത്രുക്കളാ. സൂറത്തു ഇസ്രായിലെ 47-48 ആയത്ത് നിങ്ങൾ അമാനി മൗലയുടെ പരിഭാഷ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. സൂറത്തു ഫുർഖാനിലെ 9-ാമത്തെ വചനം, സത്യനിഷേധികളായ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഇൻ തത്തബിഉന ഇല്ലാ റജുലൻ മസൂറ, നിങ്ങൾ പിൻപറ്റുന്നത് മാരണം ബാധിച്ച് തലക്ക് തകരാറ് പറ്റിയിട്ടുള്ള ഒരാളെയാണ് എന്ന്. പ്രവാചകന് മാരണം ബാധിച്ചവനാണ് എന്ന് ശത്രുക്കൾ പറഞ്ഞു. അതിനെ ഖണ്ഡിച്ചു ഖുർആൻ. ഉള്ളുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ ഫളല്ലൂ ഫലാ യസ്തതിഊന സബീല.
പ്രവാചകരെ താങ്കൾ ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് ഉപമകൾ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ അവർ പിഴച്ചു പോയിട്ടുണ്ട്, അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ല. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോഴേ അമാനി മൗലയുടെ തഫ്സീർ എടുത്ത് നിങ്ങൾ വായിക്കുക. 48-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രവാചകനെതിരെ 5 ആരോപണം ഉന്നയിച്ചവർ ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടുന്നു അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള മുഫസ്സിറുകളും രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഏതാ 5 ആരോപണം? മാരണം ബാധിച്ചവൻ, മാരണക്കാരൻ, ജ്യോത്സ്യൻ, കവി, ഭ്രാന്തൻ. ഈ 5 ആരോപണം ഉന്നയിച്ചവർ ഉള്ളൂർ കൈഫ ലറബൂലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീല എന്ന ആയത്തിന്റെ പരിധിയിൽ പെടുന്നു. ഓൽക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കൂല. ഞാൻ പറഞ്ഞതല്ല, KNM ഇറക്കിയിട്ടുള്ള അമാനിയുടെ ഖുർആൻ വിവരണം എടുത്ത് പരിശോധിച്ചു 48-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ. ഇപ്പൊ നബി ഭ്രാന്തനായിരുന്നു എന്നൊരാൾ വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്താൽ അയാൾ ഇസ്ലാമിന്റെ അകത്താണോ പുറത്താണോ? അതേ ഹുക്കും തന്നെയാണ് പ്രവാചകൻ മാരണം ബാധിച്ചവനാണ് അല്ലെങ്കിൽ മാരണക്കാരനാണ് എന്ന വാദം ഉന്നയിച്ചാൽ. എന്നിട്ടോ പ്രവാചകന് മാരണം ബാധിച്ചിട്ട് എവിടെ തകരാറ് പറ്റിയത്? പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് പറ്റിയെന്നാണ് വിസ്ഡം ടീം അടക്കമുള്ള ആളുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരല്പനേരത്തേക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ സംസാരം ഒന്ന് കേൾപ്പിച്ചു തരാം. എന്ന ഒരു ജൂതൻ സിഹിർ ചെയ്തിരുന്നുവെന്നും എന്നിട്ട് നബിക്ക് ഭാര്യമാരുടെ അടുത്ത് ചെന്നോ പോയില്ലേ, അത് വേറെയുള്ള കാര്യത്തിലൊന്നും നബിക്ക് സംശയം ഉണ്ടായില്ല. ഹദീസുകളിൽ കാണാം. ഇന്നിപ്പോ ആ ഭാര്യന്റെ അടുത്ത് ചെന്നോ പോയില്ലേ, ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. അത് മാത്രമാണ് സംശയം ഉണ്ടായത്. ഭൗതികമായ ദീനിന്റെ കാര്യത്തിലല്ല സംശയം ഉണ്ടായത്, ഭൗതികമായ കാര്യത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം പോലെ കണ്ടു. നബിമാരുടെ സ്വപ്നം സത്യമാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ ആ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ദർവാൻ കിണറ്റിൽ പോയി നോക്കി എന്ന് പറഞ്ഞു. അവർ പോയി നോക്കിയപ്പോൾ എന്തോ ചില അധികമായ വസ്തുക്കൾ, അതിൽ കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കണ്ടു. അതിനെ പുറത്തെടുത്തു. എന്ത് ചെയ്യണമെന്ന് സാഹിബിമാർ ചോദിച്ചപ്പോൾ അത് കുഴിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം സുഖമായിട്ടുണ്ട്. അവർ കുറഞ്ഞ നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഭാര്യന്റെ അടുത്തേക്ക് പോയോ ഇല്ലേ, ആ ഒരു വിഭ്രാന്തി ഉണ്ടായി. കേട്ടല്ലോ, കുറഞ്ഞ നേരത്തേക്ക് ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായി, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. എത്ര കുറഞ്ഞ നേരത്തേക്കാണെങ്കിൽ പോലും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്നത് ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രവാചകന് ജിന്നു ബാധിച്ച് മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് എന്ന് ശത്രുക്കൾ ആരോപിച്ചപ്പോഴാണ് സൂറത്തു ഖലമിലെ 2-ാമത്തെ വചനം പറയുന്നത്. എന്താ? മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. പ്രവാചകരെ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾക്ക് ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടില്ല. പൊതുസമൂഹത്തോട് പറഞ്ഞു അല്ലാ, വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ എന്തല്ല, ഭ്രാന്തനല്ല എന്ന്. ആലോചിച്ച് നോക്ക്. അപ്പൊ പരിശുദ്ധ ഖുർആൻ എന്തൊരാശയമാണോ ആദർശമാണോ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്, ആ ആദർശത്തിൽ നിന്ന് ആ ആശയത്തിൽ നിന്ന് സമൂഹത്തെ കൊണ്ടുപോകുന്നതിൽ ഇന്നിപ്പോ രണ്ടൂട്ടരും ഏകദേശമൊക്കെ തുല്യമായിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ബഹുമാന്യരായ സുഹൃത്തുക്കളുണ്ടല്ലോ, ഇപ്പം ഐക്യപ്പെട്ടതിന് ശേഷം വീണ്ടും ഭിന്നിച്ച് നിന്നപ്പോൾ ഇവിടെ മർക്കസ് ദഅവയിലുണ്ടായിരുന്ന ചില ആളുകളൊക്കെ അവിടെ തന്നെ നിന്നിട്ടുണ്ടല്ലോ. നിന്നോളി, നമ്മൾ എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷെ കൃത്യമായിട്ടൊന്ന് ആലോചിക്കണ്ടേ ഇവരുടെ ആശയം എന്താണ് എന്നുള്ളത്. ജിന്ന് കൂടും, ശരീരത്തിൽ കടന്നുകൂടും, മാത്രവുമല്ല അത് രോഗമുണ്ടാക്കും എന്നാണ് അവരുടെ വിശ്വാസമെന്ന് അവർ രായ്ക്കുരാമാനം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ വിസ്ഡം ടീമും CD ടവർ ടീമും ഒന്നാണ്. ശരി സുഹൃത്തുക്കളെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന നിങ്ങൾക്കും ആ വാദം തന്നെയാണോ ഉള്ളത്?
ആ വാദമല്ല നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ മിമ്പറുകളിലും നിങ്ങൾ അതൊന്ന് പറയും. നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? നിങ്ങൾക്ക് ലഭ്യമാവുന്ന എല്ലാ മിമ്പറുകളിലും നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? അത് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുക അല്ലേ? അപ്പം നന്മണ്ട അല്ലേ, എന്തായിരുന്നു അയാളുടെ പേര്? അൻസാർ നന്മണ്ട. അയാളുടെ സംസാരമുണ്ട് ഇവിടെ. അൻസാർ നന്മണ്ട ഘോരഘോരം സംസാരിച്ചു അല്ലേ, ഖുതുബ പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്ങനെ ശൈത്താൻ ശരീരത്തിൽ കയറിക്കൂടുമെന്നോ രോഗമുണ്ടാക്കുമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് പൂർണ്ണമായിട്ട് അന്ധവിശ്വാസമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ് എന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? സമൂഹത്തോട് ഖുതുബയിലൂടെ പ്രസംഗം നടത്തി. അവസാനം എന്താ ഉണ്ടായത്? വൈകുന്നേരം ആവണതിൻ്റെ മുമ്പ് അത് തിരുത്തേണ്ട ഗതികേട് വന്നു. എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ ഖുതുബയിൽ. ആ ഖുതുബയിൽ പറഞ്ഞതൊക്കെ എന്താണ്? അതൊക്കെ തെറ്റായി എന്ന് എൻ്റെ ജമിയത്തുൽ ഉലമ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് തിരുത്താണ്. ആലോചിച്ച് നോക്കും, ഒന്ന് കേൾക്കണമെന്നല്ല. വിശേഷണം തന്നെയായിരുന്നു ചിന്ന വിഭാഗത്തിനും ചിന്ന വർഗത്തിനും ആളുകൾ വകവെച്ചു കൊടുത്തിരുന്നത്. രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കൈവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത്. ഒന്ന്, മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും. അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല. സ്വഹീഹായ ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനോ നടത്തിയിട്ടില്ല. മറിച്ച് എന്തേ നടത്തിയത്? വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും മനുഷ്യ പിശാചുക്കൾക്കും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനസ്സിൽ അവന്റെ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ചില മനുഷ്യ പിശാചുക്കൾ വന്ന് പറയും, സിനിമക്ക് പോകാം, കള്ളത്തോന്യാസത്തിന് പോകാം, വ്യഭിചരിക്കാൻ പോകാം. ഇതേപോലെ ചില പറ്റത്ത് നിൽക്കുമ്പോൾ നാട് വിടുമ്പം മനുഷ്യന്റെ മനസ്സുകളിൽ ദുർമന്ത്രണം നടത്തുന്ന ശൈത്താൻ പറയും, നാട് വിട്ടിലെ ഇനി ഒരു പെണ്ണൊക്കെ ആകാം, നാട് വിട്ടിലെ കുറച്ച് കുടിക്കാം. അങ്ങനെ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലാതെ മനുഷ്യ ശരീരത്തിൽ ജിന്നിനെ കയറ്റി അതിനെ ഇറക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിക ലോകത്ത് സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. വളരെ കൃത്യമല്ലേ? ഇസ്ലാമിക ലോകത്ത് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടും, രോഗമുണ്ടാക്കുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഖുർആനിലില്ല, ഹദീസിലില്ല. വളരെ കൃത്യമാണ്, പ്രമാണബദ്ധിതമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. പക്ഷെ വൈകുന്നേരമാകാൻ നേരം കിട്ടിയില്ല. തൊട്ടടുത്ത് തന്നെ തിരുത്തു വന്നു. എന്താ തിരുത്തു വന്നത്? ഞാൻ ആ സംസാരിച്ചതിൽ ചില പോരായ്മയൊക്കെ ഉണ്ട്. ഖുതുബ പറഞ്ഞ സ്ട്രോങ് ഒന്നും ഇല്ല കേട്ടോ. തിരുത്തുമ്പം ഒന്ന് കേട്ടു നോക്കി. സ്നേഹാദരണീയരായ മുജാഹിദ് പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് സമൂഹത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പലരും പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏകനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത മുജാഹിദുകളായ നമ്മെ, മുസ്ലിമീങ്ങളായ നമ്മെ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി 13/12/24 വെള്ളിയാഴ്ച ജുമാ ഖുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാനത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസത്തെ, ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കേട്ടല്ലോ, ഖുർആനും സുന്നത്തും ധരിച്ചിട്ടാണ് മൂപ്പര് പറഞ്ഞത്. ഇപ്പം ഞാൻ കേരള ജമിയത്തുൽ ഉലമയുടെ ആ തീരുമാനത്തെ, വിശ്വാസത്തെ പിൻപറ്റി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. എന്താ പ്രശ്നം?
ദീനാറും ദീനും തമ്മിൽ ഏറ്റുമുട്ടുമ്പം ദീനാറിന് വില കൽപ്പിച്ചാൽ ഈ അവസ്ഥ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇവിടൊക്കെ വരലില്ലേ, സാഹിബ് ക്ലാസ്സിന് വരാറുണ്ടല്ലോ, ഒന്ന് ചോദിച്ചാൽ തിരുത്താൻ പറഞ്ഞെന്ന ആ പ്രമാണം എന്താണെന്നൊന്ന് ചോദിച്ചാലോ. ഇവിടെ നിന്ന് അപ്പുറത്തെത്തിയിട്ടുള്ള സഹോദരന്മാരെ നിങ്ങൾക്കും ചോദിക്കാമല്ലോ അൻസാറിനോട്. അല്ല, നിങ്ങൾ ഖുതുബയിൽ പറഞ്ഞ പ്രമാണമൊക്കെ നമ്മൾ കേട്ടു, അതിന് ആയത്തുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തിരുത്തി തന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് അബദ്ധമാണ്, ജിന്ന് രോഗമുണ്ടാക്കുകയില്ല, മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുകയില്ല എന്നു നിങ്ങൾ പറഞ്ഞ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിനെ തിരുത്തി തന്നപ്പോൾ പറഞ്ഞെന്ന ശരീരത്തിൽ കയറിക്കൂടും, രോഗം ഉണ്ടാക്കും എന്നതിന് ജമിയത്തുൽമൻ്റെ നേതാക്കന്മാർ പറഞ്ഞെന്ന ആ പ്രമാണം ഒന്ന് ചോദിച്ചാൽ ഏതായത്താണ്, ഏത് ഹദീസാണ്? നോക്കൂ, നിങ്ങൾ മാന്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുതുബ നിർവഹിക്കാൻ പോലും ഇവരെന്ത് ചെയ്യുകയില്ല, സമ്മതിക്കുകയില്ല എന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഈ പ്രബോധന ദൗത്യം, കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ഈ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സമൂഹത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്, മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിയാക്കളൊക്കെ ഇവരെ സ്വാഗതം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ, മുസ്ലിയാക്കൾ സ്വാഗതം ചെയ്യുകയാണ് ഇവരെ. ഇനി നിങ്ങൾ ഇങ്ങോട്ട് പോരി, എന്തിനാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. മാത്രവുമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. KNM മർക്കസ് ദഅവക്കല്ല, മറ്റു 2 ടീമുകൾക്കും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം തന്നെ, അൻസാർ നന്മണ്ട തന്നെ പറയാ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വന്നിട്ടില്ല, പറഞ്ഞൊരു കാര്യം മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എന്ന്. പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പ്രസംഗിക്കണമെന്ന് കേട്ടോളി. ഈ ഒരു മനോബലം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആദർശം പോലും നമ്മളെ കൈവന്ന് വിട്ടു. ഓരോരുത്തരും ഇന്ന് ആകാശത്ത് നിന്ന് വീണവരെ പോലെയും സമൂഹത്തിന് മുൻപിൽ പരിഹാസ്യരായും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പല രീതികളും നമ്മൾ കാണാറില്ലേ? ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ ഉറച്ചു നമ്മൾ നിന്നപ്പം ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്, ഇന്ന് വരെ 1 നൂറ്റാണ്ടിലധികം ചരിത്രത്തിന്റെ പഴക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്ന് വരെ ഈ കേരളക്കരയിലുള്ള പുത്തൻവാദികളായും പഴയവാദികളുമായിട്ടുള്ള ഒരു പ്രസ്ഥാനക്കാരന്റെ മുൻപിലും തലകുനിക്കേണ്ടി വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അന്നും ഇന്നും നമ്മൾ ഉറച്ചു നിന്ന ആ തൗഹീദിന്റെ, നമ്മളുടെ മനോബലത്തിന്റെ, വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ്. കേട്ടല്ലോ, ഒരാളുടെ മുമ്പിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, തലകുനിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ തല കുനിച്ചിട്ടാ പറഞ്ഞത്, എന്ത് തല കുനിക്കേണ്ടി വന്നിട്ടില്ല, മാറ്റി പറഞ്ഞ ആദർശം. അപ്പൊ ഈ രീതിയിലാണ് അവിടെയുള്ള പണ്ഡിതന്മാരുടെ അവസ്ഥ. എന്നാലോ ഒരു വേള അവസരം കിട്ടുമ്പോൾ അവർ ഘോരഘോരം സംസാരിക്കും ജിന്നിനെ അടിച്ചിറക്കുന്നതിനെതിരെ. ജിന്ന് കൂടിയാ പിന്നെ ഇറക്കേണ്ട കൂട്ടരെ. നോക്കൂ നിങ്ങൾ, ഹനീഫയുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. ഹനീഫ എന്താ പ്രസംഗിക്കുന്നത്? അയാൾക്ക് നേരിട്ട് അനുഭവം ഉണ്ട് അത്ര. കേട്ടോളൂ, ഈ പീഡനങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരേണ്ട എങ്കിൽ വളരെ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. ഹനീഫയുടെ പ്രസംഗം ഒന്ന് കേട്ടു. നേരത്തെ ഇവിടെ ഉമർ സാഹിബ് സൂചിപ്പിച്ചല്ലോ, വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അനസ് മൗലവി പറഞ്ഞില്ലേ നേരത്തെ ഹസീനയെ ചികിത്സിച്ചത്? ഒരു പെൺകുട്ടിയെ, അതും മാസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ, ഒരു പത്തിരിയും 1 ഗ്ലാസ് വെള്ളമാണ് ആ കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം. ഇത് കൊടുത്ത് ശാരീരികമായി തളർന്ന ആ കുട്ടിയെ കമിഴ്ത്തിക്കിടത്തി കൈ 2ഉം പുറകോട്ടേക്ക് വലിക്കുക, എന്നിട്ട് നട്ടെണ്ണിൽ മുട്ടുകൊണ്ട് വിരലമർത്തി പിടിക്കുക. വിരൽ അമർത്തിപ്പിടിച്ചിട്ട് ഈ പെൺകുട്ടിയോട് ശ്വാസം കഴിക്കാൻ പറയാണ് ഉറക്കെ. എന്തിന്? ജിന്നുള്ളത് മൂക്കിലാണത്രേ, മൂക്കിന്ന് ജിന്ന് പുറത്തു വരണമെന്നാണ്. അത് ഇവരെ മാത്രം വിശ്വാസമല്ല, നമ്മളെ ചെറുവാടിക്കാരൻ ജിന്ന് ചികിത്സകൻ മന്ത്രവാദി എന്റെ മുമ്പിൽ നിന്ന് ചികിത്സിച്ചിട്ടുണ്ട്. യാദൃശ്ചികമായി പെരിന്തൽമണ്ണയിൽ ഒരു സംവാദ വ്യവസ്ഥയുമായി എത്തി രാത്രി അവിടെ താമസിക്കേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ സുബഹിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പോകുമ്പോ ഈ മന്ത്രവാദിയുടെ കൂടെ 2 ആളും ഉണ്ട്, 2 ചെറുപ്പക്കാർ. റൂമിലെത്തി ഞാനൊരു ഫോണ് വന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു കയറുമ്പോ ഈ മന്ത്രവാദി അതിലൊരു ചെറുപ്പക്കാരനെ കസേരയിൽ ഇങ്ങനെ പുറകിലേക്ക് തല മലർത്തി കിടത്തി ഇരുത്തിയിരിക്കുകയാണ്. അയാളുടെ കയ്യിലൊരു പാത്രത്തിൽ വെള്ളമുണ്ട്. ഈ മന്ത്രവാദി
മന്ത്രവാദിയുടെ ദീനീ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും ഈ മന്ത്രവാദിയുടെ ഭൗതിക വിദ്യാഭ്യാസ യോഗ്യതയും അറിയുന്നവനാണ് ഞാൻ.